ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെല്ലാം പേരിൽ തന്നെ അതെന്താണെന്നുള്ളതുണ്ട്. അതായത് നമ്മളുടെ ന്യൂക്ലിയസിനകത്തുള്ള അസിഡിക് പ്രോപ്പർട്ടിയുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമുക്കറിയാം 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡാണ് ഉള്ളത്, DNA ആൻഡ് RNA. ഓക്കെ, അപ്പോൾ ഈ മോളിക്യൂളിനെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരി എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മളുടെ ഗ്രിഫിത്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വന്നിട്ട് മോഡൽ ഓർഗാനിസം ആയിട്ട് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് മൗസിലാണ്. അതുപോലെ തന്നെ അവർ എടുത്ത ബാക്ടീരിയ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന ബാക്ടീരിയനെയാണ് അവർ സെലക്ട് ചെയ്തത്. ഓക്കെ, സോ ഈ ബാക്ടീരിയനെ പറ്റി പറയുവാണെങ്കിൽ ഈ ബാക്ടീരിയ 2 ടൈപ്പ് ഉണ്ട്. ഒരു വിറുലൻറ്റ് ഫോം ഉണ്ടാകും, ഒരു എവിറുലൻറ്റ് ഫോം ഉണ്ടാകും. വിറുലൻറ്റ് ഫോമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ഈ പറയുന്ന പോലെ ഒരു സ്ലൈം ലെയർ അല്ലേ, അവർക്ക് ചുറ്റിലും ഒരു സ്ലൈം ലെയർ ഉണ്ട്. അതായത് സെൽ മെംബ്രെയിന് പുറമെ അവർക്കൊരു സ്ലൈം ലെയർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ മൗസിൻ്റെ സ്റ്റൊമക്കിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൗസിൻ്റെ ഉള്ളിലുള്ള എൻസൈം ആക്ഷൻ ഇവരെ റെസിസ്റ്റ് ചെയ്തിട്ട് അതെങ്ങനെ റെസിസ്റ്റ് ആവും? ഈ സ്ലൈം ലെയർ എല്ലാം കൊണ്ടിട്ട് ഈ ബാക്ടീരിയനെ വേറെ ഒന്നും എഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ബാക്ടീരിയ എപ്പോഴും ഈ ആക്റ്റീവായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഈ ബാക്ടീരിയ നമ്മളുടെ മൗസിനെ എഫക്റ്റ് ചെയ്തിട്ട് മൗസ് ഡെഡ് ആവും. ഓക്കെ, സോ ഇതിൽ വേറെ ഒന്നുമില്ല. ഇത് നമ്മൾ പറയുന്നത് സ്മൂത്ത് ടൈപ്പ് എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്കൊരു ക്യാപ്സൂൾ കവറിങ് ഉള്ളതുകൊണ്ടാണ് നമ്മളിവരെ സ്മൂത്ത് ടൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് പറയുന്ന വേറൊരു പേരാണ് ലൈവ് എസ്ട്രെയിൻ. ഓക്കെ, ഇതാണ് ലൈവ് എസ്ട്രെയിൻ. ഇവരെപ്പോഴും ലൈവ് ആയിരിക്കും. ഈ ക്യാപ്സൂൾ ഇവരെ ബാക്കി എൻസൈം ആക്ഷനിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഈ ബാക്ടീരിയാസിനെ അവർ ലൈവാക്കി വെക്കും. അതാണ് നമ്മളുടെ ഈ സ്മൂത്ത് ഫോമിൻ്റെ പ്രത്യേകത. ഇനി വന്നിട്ട് എവിറുലൻറ്റ് ഫോം ഉണ്ട്. അവർക്ക് നമുക്ക് ഇതിൽ കാണുന്ന പോലെ തന്നെ ദർ ഈസ് നോ ക്യാപ്സൂൾ. ഓക്കെ, അപ്പോൾ ക്യാപ്സൂൾ ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റുന്നു? ക്യാപ്സൂൾ ഇല്ലാത്തതുകൊണ്ടിട്ട് ഇവർക്കപ്പോൾ നമ്മൾ മൗസിൽ കടന്നു കഴിയുമ്പോൾ അതിൻ്റെ എൻസൈം ആക്ഷൻ വഴി ഈ ബാക്ടീരിയാസ് എല്ലാം ഡിസ്ട്രോയ് ആയി പോകും. ഇവരെല്ലാം നശിച്ചു പോകും. സോ നമ്മളുടെ മൗസ് എന്ത് പറ്റി? ഇവിടെ അലൈവായിട്ട് സസ്റ്റെയിൻ ചെയ്യും. സോ ഇതാണ് ഈ 2 സ്ട്രെയിനെ പറ്റി പറയുവാണെങ്കിൽ. അപ്പോൾ ഈ ഗ്രിഫിത്ത് ഈ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻറ്റിൽ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 ഓർഗാനിസമായിട്ട് ചൂസ് ചെയ്യണത് മൗസാണ്. പിന്നെ അവർ എടുത്തിരിക്കുന്നത് നമ്മളുടെ ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ദാറ്റ് ഈസ് ന്യൂമോണിയ എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. അപ്പോൾ ഈ ബാക്ടീരിയയുടെ 2 സ്ട്രെയിനെ വെച്ചിട്ടാണ് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. സോ ദിസ് ഈസ് ദ സ്റ്റെപ്പ് 1 ആൻഡ് ദിസ് ഈസ് സ്റ്റെപ്പ് 2. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ സ്മൂത്ത് സ്ട്രെയിൻ വെച്ചിട്ട് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തു, മൗസ് ഡെഡായി. സ്റ്റെപ്പ് 2 വന്നിട്ട് റഫ് സ്ട്രെയിൻ വെച്ചിട്ട് ചെയ്ത് നോക്കി, അപ്പോൾ മൗസ് അലൈവായി. ഇനി ഇവിടെ നെക്സ്റ്റ് പിക്ചർ നോക്കിക്കുക. സിയിൽ എന്താ സംഭവിച്ചത്? ഇവിടെ നമ്മൾ ഹീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ സ്മൂത്ത് ബാക്ടീരിയ, അതായത് ക്യാപ്സൂൾ ഉള്ള ബാക്ടീരിയാസിനെ നമ്മൾ കില്ല് ചെയ്യുവാണ്. ഓക്കെ, സോ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കില്ല് ചെയ്തു. അപ്പോൾ അതിൻ്റെ എന്ത് പറ്റി? അത് മൗസിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്തപ്പോഴേക്കും പിന്നെ മൗസ് ഡെഡ് ആവുന്നില്ല. കാരണം ഇവിടെ നമ്മളത് ഹീറ്റ് കില്ല് ചെയ്തു, ഈ ബാക്ടീരിയനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തു. ഓക്കെ, അപ്പോൾ മൗസ് ഇവിടെയും നമ്മൾക്ക് കാണാം ലൈവായിട്ട് തന്നെ മൗസ് ഇരിക്കുവാണ്. ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്തു? നെക്സ്റ്റ് സ്റ്റേജിൽ അവരെന്നാ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹീറ്റ് കിൽഡ് സ്ട്രെയിനും അതുപോലെ തന്നെ ലൈവ് സ്ട്രെയിൻ, റഫ് സ്ട്രെയിൻ ആണ് എടുത്തിരിക്കുന്നത്, റഫ് സ്ട്രെയിനും എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവർ അതിന് മൗസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഹീറ്റ് കിൽഡ് എടുത്തപ്പോഴേക്കും മൗസ് അലൈവ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിന് മുന്നത്തെ സ്ട്രെയിനിൽ നമ്മൾ കണ്ടു, നമ്മൾ സ്ട്രെയിൻ എടുത്തപ്പോഴും മൗസ് അലൈവ് ആയിരുന്നു. സോ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് സംഭവിക്കണം? മൗസ് അലൈവായിട്ട് തന്നെ എന്താ പറയുക തുടരണം. പക്ഷേ ഇവിടെ എന്നാ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൗസ് ഡെഡായി. സോ ഇതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാം? ഇവിടെ വേറെ എന്തോ ഒരു പ്രോസസ്സ് ഇവിടെ നടന്നിട്ടുണ്ട്.
സോ അതായത് ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഹീറ്റ് കിൽഡ് ഡെഡ് സെല്ലുണ്ടല്ലോ, ഡെഡ് സെല്ലിൻ്റെ ഈ റഫ് ജനറ്റിക് മെറ്റീരിയൽസ് നമ്മളുടെ ഈ റഫ് സ്ട്രെയിൻ അബ്സോർബ് ചെയ്യും. ഓക്കെ, റഫ് സ്ട്രെയിൻ ബാക്ടീരിയ അബ്സോർബ് ചെയ്യും. അതായത് ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. അതായത് നമ്മളുടെ ബാക്ടീരിയ സെൽസിൻ്റെ ഒരു റിപ്രൊഡക്റ്റീവ് മെത്തേഡാണത്. ലൈക്ക് സറൗണ്ടിങ്സിൽ നിന്നും അവർക്ക് ജനറ്റിക് മെറ്റീരിയൽ അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സറൗണ്ടിങ്സിൽ നിന്ന് ഈ ലൈവായിട്ടുള്ള സ്ട്രെയിൻ ഈ ഡെഡ് ഹീറ്റ് കിൽഡ് സ്ട്രെയിനിൻ്റെ ജനറ്റിക് മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്തിട്ട് ഇവരെന്തായിട്ട് മാറി, ഇവരിവിടെ ഒരു സ്മൂത്ത് സെൽഡ് എന്താ പറയുക സ്മൂത്ത് സ്ട്രെയിനായിട്ട് ട്രാൻസ്ഫോം ചെയ്തു. ക്ലിയർ? അപ്പോൾ ഒന്നുകൂടി പറയുവാണെങ്കിൽ ഇവിടെ ഹീറ്റ് കിൽഡിൻ്റെ ജനറ്റിക് മെറ്റീരിയലാണ് റഫ് എവിറുലൻറ്റിനെ സ്മൂത്ത് വിറുലൻറ്റ് ആക്കി മാറ്റിയത്. ഓക്കെ, അതായത് നമ്മുടെ റഫിനെ ഇവരെന്താക്കി മാറ്റി, ഇവർ സ്മൂത്ത് വിറുലൻറ്റ് ആക്കി മാറ്റി. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻറ്റ്. ഇതാണ് നമ്മളുടെ ഗ്രിഫിത്ത്സ് ചെയ്ത ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻറ്റിൽ പറയുന്നത്. പക്ഷേ ഈ ഗ്രിഫിത്തിൻ്റെ ഈ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻറ്റിൽ ആക്ച്വലി ഇത് ഏത് മെറ്റീരിയലാണ്, അതിൽ ഏത് മോളിക്യൂളാണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. സോ അദ്ദേഹം പറഞ്ഞതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന മോളിക്യൂളിനെ അദ്ദേഹം ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്നൊരു നെയിം ഇട്ട് വിളിച്ചു. ഓക്കെ, സോ ദാറ്റ് ഈസ് മോളിക്യൂൾ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ആൻഡ് ദിസ് ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ. അങ്ങനെ ഒരു കൺക്ലൂഷനിലാണ് നമ്മളുടെ ഈ ഗ്രിഫിത്ത്സ് എഴുതിയത്. പിന്നെ എന്ത് ചെയ്തു, പിന്നെ പുറകെ വരുന്ന കുറച്ച് സയൻറ്റിസ്റ്റുകൾ നമ്മൾ ഇതിൽ കൂടുതൽ കുറച്ച് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടത് എവേരി എറ്റോളിൻ്റെ ഒരു സ്റ്റഡിയാണ്. ദി സ്റ്റഡീഡ് ദ ക്യാരക്ടർ ഓഫ് ദിസ് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ. അതിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിളിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്കറിയാം ഇതിന് മുന്നേ നടന്ന എക്സ്പെരിമെൻറ്റിൽ ശരിക്കും എന്താ പ്രൂവ് ചെയ്തിരിക്കുന്നത്, ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് റഫ് സ്ട്രെയിൻ ആൻഡ് ഹീറ്റ് കിൽഡ് സ്മൂത്ത് സ്ട്രെയിൻ ആണ് അല്ലേ. സോ അവർ ഇതിൽ ഈ എക്സ്പെരിമെൻറ്റിൽ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ മോളിക്യൂൾസ് അവർ ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് അവരാദ്യം അതുപോലെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി. അതായത് കുറച്ച് റഫ് സ്ട്രെയിൻ ഹീറ്റ് കിൽഡ് എടുത്തു, പിന്നെ കുറച്ച് സ്മൂത്ത് സ്ട്രെയിൻ ബാക്ടീരിയാസിനെ എടുത്തു, ഹീറ്റ് കിൽഡ് സ്മൂത്ത് സ്ട്രെയിൻ ബാക്ടീരിയാസിനെ എടുത്തു, കമ്പൈൻ ചെയ്തു. അവരൊരു അങ്ങനൊരു കോമ്പിനേഷൻ സെറ്റ് ചെയ്തു. ഇനി അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് അവരെന്ത് ഡിസ്ട്രോയ് ചെയ്യും, അവർ പോളിസാക്കറൈഡ്സിനെ ഡിസ്ട്രോയ് ചെയ്തു. എന്നിട്ട് മൗസിൽ ഇഞ്ചെക്ട് ചെയ്തു, മൗസ് ഡെഡായി. ദെൻ ദ ഡിസ്ട്രോയ്ഡ് ലിപ്പിഡ്, പക്ഷേ നമുക്ക് മൗസ് ഡെഡായി. പിന്നെ RNA പ്രോട്ടീൻ ഡിസ്ട്രോയ് ചെയ്തു. അങ്ങനെ എല്ലാം ഡിസ്ട്രോയ് ചെയ്ത് ലാസ്റ്റ് അവർ DNA ഡിസ്ട്രോയ് ചെയ്തു. DNA ഡിസ്ട്രോയ് ചെയ്തപ്പോഴേക്കും അവർക്ക് മൗസ് ലൈവായിട്ട് കിട്ടി. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും മൗസിനുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ കൺഫ്യൂഷൻസ് ആർ ദർ. അപ്പോൾ അവർ വീണ്ടും നമ്മളുടെ ഹെർഷി ആൻഡ് ചേസ് എന്ന് പറഞ്ഞ കുറച്ച് അടുത്ത ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്തു, വേറെ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു. ഓക്കെ, അവർ ആക്ച്വലി ഇത് കണ്ടക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഐഡൻറ്റിഫൈ ദ കറക്റ്റ് മെറ്റീരിയൽ, ദാറ്റ് ഈസ് DNA ആണോ RNA ആണോ പ്രോട്ടീൻ ആണോ എന്നൊരു കൺഫ്യൂഷൻ വന്നപ്പോഴേക്കും അത് കറക്റ്റായിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെർഷി ആൻഡ് ചേസിൻ്റെ എക്സ്പെരിമെൻറ്റിലേക്ക് നമ്മൾ പിന്നെ പോകുന്നത്. ഓക്കെ, ആ എക്സ്പെരിമെൻറ്റിൽ അവർ സെലക്ട് ചെയ്തത് നമ്മളുടെ ബാക്ടീരിയോഫേജ് ആണ്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഹെർഷി ചേസിൻ്റെ എക്സ്പെരിമെൻറ്റിൽ അവർ കണ്ടക്ട് ചെയ്തത് ബാക്ടീരിയോഫേജ് വെച്ചിട്ടാണ് അവർ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഇതാണ് ഒരു ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ്. ഇതിൽ പറയുന്ന പോലെ ഒരു ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ ഒരു കോട്ടൺ പ്രോട്ടീൻ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ബാക്ടീരിയോഫേജിനെ ഡിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വരും. ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട് ഉള്ളിൽ, അതുപോലെ തന്നെ ദിസ് ഈസ് എ ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് എന്തുണ്ട്, അതിനെ കോട്ട് ചെയ്ത ഒരു പ്രോട്ടീൻ മാത്രമേ ബാക്ടീരിയോഫേജിലുള്ളൂ. സോ ഈ ബാക്ടീരിയോഫേജ് ഇവരെടുത്തത് ബാക്ടീരിയോഫേജ് T2 ആണ് അവരെടുത്തത്. ഇതിൽ ആക്ച്വലി മെറ്റീരിയൽ DNA ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ. സോ അവരിപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിതിനെ വേറെ ഒരു മീഡിയത്തിലേക്ക് ഇട്ട് വളർത്തുവാണ്. അവർ സെലക്ട് ചെയ്ത മീഡിയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം
35ഉം അടുത്തത് P32 ആണ്. അതായത് ഇതിൽ നമ്മളുടെ മോളിക്കുലാർ വെയിറ്റ് കൂടുതലായിട്ടുള്ള സൾഫറും ഫോസ്ഫറസും ആണ് ഇത് രണ്ടും. ബിക്കോസ് ഇവർ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ ഇവർ രണ്ടും റേഡിയോ ലേബിൾഡ് മോളിക്യൂളാണ്. ഓക്കെ, അപ്പോൾ ഇവർ റേഡിയോ ലേബിൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രേസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ടാണ് അവർ S35ഉം P32 എടുത്തത്. പിന്നെ എന്തുകൊണ്ട് ഇവർ സൾഫറും ഫോസ്ഫറസും എടുത്തു, അതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. അതായത് നമുക്കറിയാം, നമുക്കൊരു സെല്ല് ഉണ്ട്. സെല്ല് ഡിവൈഡ് ചെയ്ത് ഗ്രോ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? വി നീഡ് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ ഇതെല്ലാം എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിൽ നമുക്ക് കാണാം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് പറയുന്ന എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൊരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൾഫർ, അതായത് അമിനോ ആസിഡിൽ മാത്രം കാണുന്ന സൾഫർ, അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രോട്ടീൻസിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡ്, ന്യൂക്ലിക് ആസിഡിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് നമ്മളുടെ ഫോസ്ഫറസ്. അപ്പോൾ ഇത് രണ്ടും ഈ പ്രോട്ടീൻസിലും ന്യൂക്ലിക് ആസിഡും മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവരെ ട്രേസ് ചെയ്യുന്ന വഴി നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ പോസിബിൾ ആവും. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എക്സ്പെരിമെൻറ്റിന് ഈ രണ്ട് മോളിക്യൂൾ എടുത്തിട്ട് റേഡിയോ ലേബിൾ ചെയ്ത് നമ്മൾ എക്സ്പെരിമെൻറ്റിലേക്ക് വിടുന്നത്. ഇതിൽ സൾഫർ നേരത്തെ പറഞ്ഞു, സൾഫറിനെ ലേബിൾ ചെയ്യുമ്പോഴേക്കും ആ ലേബിൾഡ് മോളിക്യൂൾ എവിടെയൊക്കെ പോകുന്നതെന്ന് മനസ്സിലാകും. അപ്പോൾ നമുക്ക് അറിയാം അതൊരു പ്രോട്ടീൻ ആയിരിക്കും. അതുപോലെ തന്നെ ഫോസ്ഫറസിനെ ലേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ മൂവ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ന്യൂക്ലിക് ആസിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് വരാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ബാക്ടീരിയൽ സെല്ലിനെ എടുത്തു. അതിൽ ഒരു ഈക്വലൈനെ എടുത്ത് നമ്മൾ S35 കണ്ടെയ്നിങ് മീഡിയത്തിൽ വളർത്തും. എന്നിട്ട് എന്ത് ചെയ്യും? അതിലേക്ക് നമ്മൾ ബാക്ടീരിയോഫേജിനെ ആഡ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? ഈ ബാക്ടീരിയ സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ബാക്ടീരിയോഫേജിന് കിട്ടുന്നതെല്ലാം എന്തായിരിക്കണം? S35 ആയിരിക്കണം. ഇവിടെയുണ്ട് S35. ഈ S35 ആയിരിക്കണം കിട്ടേണ്ടത്. സോ അപ്പോൾ കൾച്ചർ മീഡിയത്തിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ബാക്ടീരിയോഫേജ് ഇനി പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും സൾഫർ കണ്ടെയ്നിങ് ആയിരിക്കും. അതായത് അതിൻ്റെ പ്രോട്ടീൻ കോട്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൾഫർ പ്രോട്ടീനിലാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്രോട്ടീൻ കോട്ട് എന്താകും? S32 വെച്ചിട്ട് ലേബിൾ ആവും. അതുകൊണ്ടാണ് ഇവിടെ പ്രോട്ടീൻ കോട്ട് മാത്രം ഈ റെഡ് കളറിൽ നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ന്യൂക്ലിക് ആസിഡിന് എന്താ ലേബലിംഗ് ഒന്നുമില്ല. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താ? S35 ആണ്. അത് പ്രോട്ടീനിൽ മാത്രമേ കാണത്തുള്ളൂ. സോ നമുക്ക് അതിൻ്റെ ന്യൂക്ലിക് ആസിഡിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി സെക്കൻഡ് മീഡിയത്തിൽ എന്താ സംഭവിച്ചത്? സെക്കൻഡ് മീഡിയത്തിൽ ഇവർ എന്ത് ചെയ്തു? ഫോസ്ഫറസിനാണ് ലേബൽ ചെയ്തത്. ഫോസ്ഫറസ് ഇവിടെ കാണും, നമുക്ക് ന്യൂക്ലിക് ആസിഡിലും ഉണ്ടാവും. അത് പ്രോട്ടീൻ കോട്ടിൽ വരുന്നില്ല. സോ അവിടെ നമുക്ക് എന്ത് പറ്റി? ഇവിടെ അപ്പം നമ്മുടെ ന്യൂക്ലിയസ് ലേബിളായി. ഇനി ഇവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി അവർ കളക്ട് ചെയ്ത മെറ്റീരിയൽസ് അതായത് നമ്മളുടെ റേഡിയോ ലേബിൾഡ് S35 ഉണ്ടല്ലോ, റേഡിയോ ലേബിൾഡ് S35, ഈ റേഡിയോ ലേബിൾഡ് S35 ബാക്ടീരിയോഫേജിനെ അവർ വേറൊരു ഫ്രഷ് മീഡിയത്തിലേക്ക് ഇട്ടു. ഫ്രഷ് ഈക്വലയിലേക്ക് അവർ ഇൻകോപ്പറേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? എന്നിട്ട് അവർക്ക് ഒരു നോർമൽ ആയിട്ടുള്ളൊരു മീഡിയം ഇവിടെ പ്രൊവൈഡ് ചെയ്തു. നമ്മൾ ആദ്യത്തെ കേസിൽ നമ്മളെടുത്ത മീഡിയം എന്തായിരുന്നു? S35 ആയിരുന്നു. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ റേഡിയോ ലേബിൾഡ് ബാക്ടീരിയോഫേജിനെ നമ്മൾ വേറൊരു പുതിയ മീഡിയത്തിലേക്ക് ഇടുവാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ലാസ്റ്റ് അവർ that bacterial cells are collected and they checked whether they are radio labeled or not. So what happens is that ഇവർക്ക് വേറെ ലേബലിംഗ് ഒന്നും കാണാൻ പറ്റില്ല. ബിക്കോസ് നമുക്കറിയാം ഇവിടെ ഒരു പ്രോട്ടീൻ കോട്ടാണ് ലേബിളായത്. സോ അത് സെല്ലിനകത്ത് കയറുന്നില്ലല്ലോ. പുതിയ സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും പിന്നെ വരുന്നത് ജനറ്റിക് മെറ്റീരിയൽ, വേറെ മെറ്റീരിയൽ വെച്ചിട്ട്, ഓൾറെഡി ഉള്ള മെറ്റീരിയൽ വെച്ചിട്ടല്ലേ അത് ഡിവൈഡ് ചെയ്യുള്ളൂ. സോ ഇത് പ്രോട്ടീൻ കോട്ട് ലേബൽ ആയതുകൊണ്ട് തന്നെ അവർ പുതിയ മീഡിയത്തിലേക്ക് ഇട്ട് സെല്ലിനെ ഗ്രോ ചെയ്തപ്പോഴേക്കും അവിടെ റേഡിയോ ലേബലിംഗ് ഒന്നും കണ്ടില്ല. പക്ഷേ ഹിയർ ഇൻ ദിസ് കേസ് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേഡിയോ ലേബിൾഡ് P32 bacteriophage is added to a freshly growing E. coli in the normal medium. So what happens is that here നമ്മളുടെ റേഡിയോ ലേബിൾഡ് മോളിക്യൂളിനെ തന്നെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റി ഫൈനൽ വന്നപ്പോൾ. സോ അതായത് അതിൻ്റെ ന്യൂക്ലിക് ആസിഡ് ഓൾറെഡി റേഡിയോ ലേബിൾഡ് ആയത് ന്യൂക്ലിക് ആസിഡ് പുതിയ സെല്ലിലേക്ക് പാസ് ചെയ്തു. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ന്യൂക്ലിക് ആസിഡ് തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഇതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി.
സോ ഇതാണ് നമ്മളുടെ ന്യൂക്ലിക് ആസിഡ് ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്ത കുറച്ച് എക്സ്പെരിമെൻറ്റ്സ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ന്യൂക്ലിക് ആസിഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. താങ്ക് യു.